ശബരിമലയിലെ സ്വർണ്ണവാതിലിൽ സ്വർണം പൊതിയുന്നതിന് മുൻപ് 2 തവണ സന്നിധാനത്തേക്ക് കൊണ്ടുവന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത വാതിൽ, ഇതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, എന്തിനു വേണ്ടിയാണ് 2 തവണ വാതിൽ സന്നിധാനത്തേക്ക് എത്തിച്ചത്? ഇക്കാര്യത്തിൽ ഉയരുന്ന സംശയം എന്താണ്? ഈ ദൃശ്യങ്ങളിൽ നിന്ന് എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും? രതീഷ്, 2019 ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിലെ സ്വർണ്ണവാതിൽ മാറ്റി പുതിയത് സ്ഥാപിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അത് സ്പോൺസർ ചെയ്തത്. ആ വാതിൽ സമർപ്പണത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ഔദ്യോഗിക സ്പോൺസറായി മാറുന്നത്. അതിനുശേഷമാണ് മറ്റ് സ്വർണ്ണക്കൊള്ളകൾ നടന്നതെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. അപ്പോൾ ആ വാതിൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. അതായത് ആ പഴയ വാതിൽ എന്ത് ചെയ്തു, ആ പഴയ വാതിൽ തട്ടിയെടുത്തിട്ടുണ്ടോ, അതിൻ്റെ സ്വർണ്ണം എടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നതും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നതും ഈ സ്വർണ്ണവാതിൽ സമർപ്പണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ 2 തവണ ശബരിമല സന്നിധാനത്ത് ഈ വാതിലിൻ്റെ പല ഭാഗങ്ങൾ എത്തിക്കുകയും പഴയ വാതിൽ ഊരി അവിടെ ഇട്ട് നോക്കുകയും അളവ് നോക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഹൈക്കോടതി നേരത്തെ ഉന്നയിച്ച സംശയം. അപ്പോൾ അത് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. ആ സ്വർണ്ണവാതിലിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വാതിൽ തടിയായിട്ട് നിർമ്മിച്ച ശേഷം അളവ് നോക്കാൻ വേണ്ടി സന്നിധാനത്ത് കൊണ്ടുവന്നു. ശില്പി നന്ദൻ്റെ നേതൃത്വത്തിലാണ് അത് പരിശോധനകൾ നടന്നത്. അതിനുശേഷം പിന്നീട് ആ തടിവാതിലിൽ ചെമ്പ് പൊതിഞ്ഞ ശേഷം വീണ്ടും സന്നിധാനത്ത് കൊണ്ടുവന്ന് ആ ചെമ്പ് പൊതിഞ്ഞ സ്വർണ്ണവാതിൽ ഊരി അതിൻ്റെ ഭാഗത്ത് ഇട്ട് അളവ് നോക്കുന്നതൊക്കെ ആ ചിത്രങ്ങളിൽ കാണാം. അതിനൊപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറും മുരാരി ബാബുവും ഒക്കെ അതിൽ സാക്ഷിയായി അവിടെ ഉള്ളതും കാണാം. ഏതായാലും അന്ന് ഈ തിരക്ക് പിടിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തിയത്. കാരണം അന്ന് 2018 അന്ന് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങളും പ്രക്ഷോഭവും ശബരിമലയിൽ നടക്കുകയാണ്. ആ ബഹളങ്ങൾക്കിടയിൽ തന്നെയാണ് തിരക്ക് പിടിച്ച് ഈ അളവ് നോക്കലുമൊക്കെ നടന്നത്. അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. മാത്രമല്ല, അന്ന് ഈ തടിപ്പണിയൊക്കെ നടത്തിയിരിക്കുന്നത് ശ്രീരാംപുര ക്ഷേത്രത്തിൽ ബംഗളൂരുവിൽ വെച്ചാണ്. നന്ദൻ ശില്പി തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അത് സന്നിധാനത്തോ കേരളത്തിലോ വെച്ച് നടത്താമായിരുന്നു. എന്തിനാണ് ബംഗളൂരുവിൽ കൊണ്ടുപോയി തടി കൊണ്ട് പണിഞ്ഞു, പിന്നീട് അത് വീണ്ടും ശബരിമലയിൽ കൊണ്ടുവന്നു. അതിനുശേഷം പിന്നീട് ഹൈദരാബാദിൽ കൊണ്ടുവന്ന് ചെമ്പ് പൊതിഞ്ഞു, അത് വീണ്ടും ശബരിമലയിൽ കൊണ്ടുവന്നു. പിന്നീട് ചെന്നൈയിൽ കൊണ്ടുവന്ന് സ്വർണം പൊതിഞ്ഞ് സന്നിധാനത്തെ എല്ലാവരും കൂടി ചേർന്ന് കൊണ്ടുവന്നു. അതിനു മുമ്പ് കോട്ടയത്ത് അതൊരു ഘോഷയാത്രയും നടത്തി. ആ ഘോഷയാത്രയിൽ ജയറാം അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു. അവിടെ ഇറക്കിയ സുവനീറിൽ ജയറാമും പാർവതിയും ഒക്കെ ഇതിൻ്റെ സ്പോൺസർമാരാണെന്ന് ആ സുവനീറിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.